ഓൺ എയർ മീഡിയയിലേക്ക് സ്വാഗതം. മലപ്പുറത്തെ എംപോക്സ് കേസ് പുതിയ വകഭേദമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഇന്ത്യയിലെ ആദ്യ ക്ലേഡ് 1B കേസാണിതെന്നും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന വകഭേദമാണിതെന്നുമാണ് വിവരം. പുതിയ വകഭേദം കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. UAE-യിൽ നിന്നും എത്തിയ ആളിലാണ് മലപ്പുറത്ത് കഴിഞ്ഞ ആഴ്ച രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് എംപോക്സ് സംബന്ധമായ പ്രതിരോധത്തിനും ഫലപ്രദമായ ചികിത്സയ്ക്കായും പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കുമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്. കേസുകൾ കൂടുതലാണെങ്കിൽ അതനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളതെന്നും മലിനജലത്തിലിറങ്ങിയവർ നിർബന്ധമായും എലിപ്പനി പ്രതിരോധ ഗുളിക കഴിക്കണമെന്നും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശമുണ്ട്. വയനാട്ടിലെ ടൂറിസം പുനരുജ്ജീവിപ്പിക്കാൻ ജനങ്ങളോട് അഭ്യർത്ഥിച്ച ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഉരുൾപൊട്ടൽ ദുരന്തം വയനാട്ടിലെ മുണ്ടക്കൈ പ്രദേശത്തെ മാത്രമാണ് ബാധിച്ചതെങ്കിലും വയനാടിനെ ആകെ ബാധിച്ചെന്ന തെറ്റിദ്ധാരണയ്ക്ക് കാരണമായെന്നും വയനാട്ടിലേക്കുള്ള വിനോദസഞ്ചാരത്തിൽ വലിയ ഇടിവ് ഉണ്ടാക്കിയെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. വയനാട്ടിലെ ടൂറിസം പുനരുജ്ജീവിപ്പിക്കാൻ കൂട്ടായ ശ്രമങ്ങൾ നടത്തേണ്ടത് അനിവാര്യമാണെന്നും വയനാട് സന്ദർശിക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. അന്തരിച്ച CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറാനുള്ള തീരുമാനത്തിനെതിരെ മകൾ ആശ നൽകിയ ഹർജിയിൽ അന്തിമ വിധി വരുന്നതുവരെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. തീരുമാനം വരും വരെ ലോറൻസിന്റെ മൃതദേഹം പഠന ആവശ്യങ്ങൾക്ക് കൈമാറരുതെന്നും തൽക്കാലം ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിക്കാനുമാണ് നിർദ്ദേശം. MM ലോറൻസിന്റെ സംസ്കാര ചടങ്ങിലെ തർക്കം ദുഃഖമുണ്ടാക്കിയെന്ന് CPM എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനൻ. ലോറൻസിന്റെ മരണം വിവാദമാക്കാൻ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണോ പ്രശ്നമുണ്ടായതെന്ന് അറിയില്ലെന്നും കുടുംബം പറഞ്ഞത് പ്രകാരമാണ് സംസ്കാര ചടങ്ങുകൾ നടന്നതെന്നും കുടുംബമാണ് മൃതദേഹം കൈമാറിയതെന്നും CN മോഹനൻ പറഞ്ഞു. തൃശൂരിലെ UDFന്റെ പരാജയം അന്വേഷിക്കാൻ നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ട് എന്ന പേരിൽ പ്രചരിക്കുന്ന വിവരങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് കമ്മീഷൻ അംഗം KC ജോസഫ്. തൃശൂരിൽ K മുരളീധരന്റെ തോൽവിക്ക് കാരണം CPM BJP ബാന്ധവമാണെന്നും പൂരം കലക്കിയപ്പോൾ സുരേഷ് ഗോപിയുടെ രംഗപ്രവേശം BJPയെ തുണച്ചെന്നും KC ജോസഫ് പറഞ്ഞു. തൃശൂരിലെ UDF സ്ഥാനാർത്ഥിയുടെ തോൽവിക്ക് കാരണം പൂരം വിവാദമല്ലെന്ന് KPCC ഉപസമിതി റിപ്പോർട്ട് സമർപ്പിച്ചെന്ന മാധ്യമ വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ MP. തൃശൂരിൽ BJPയുടെ വിജയത്തിലേക്ക് നയിച്ചതിൽ പൂരം കലക്കിയതിന് നിർണായകമായ പങ്കാണുള്ളതെന്നും K സുധാകരൻ പറഞ്ഞു. തിരുവമ്പാടി കൃഷ്ണനും പാറമേക്കാവ് ഭഗവതിയും പൂരം കലക്കിയെന്ന് പറഞ്ഞാത്തത് ഭാഗ്യമെന്ന് പോലീസ് റിപ്പോർട്ടിനെ പരിഹസിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. സ്വന്തം മുന്നണിക്ക് കിട്ടേണ്ട സംവിധാനം പോലും അട്ടിമറിച്ച് പിണറായി വിജയൻ ജയം താലത്തിലാക്കി BJPക്ക് നൽകിയെന്നും മുരളീധരൻ വിമർശിച്ചു. പിണറായിയുടെ കവച കുണ്ടലങ്ങളാണ് ശശിയും അജിത് കുമാറും, അത് പിണറായി ഊരി നൽകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മാലിന്യം വലിച്ചെറിയുന്നവരെ കണ്ടോ? ഉടൻ ഫോട്ടോ എടുത്ത് അയക്കൂ, 25% പാരിതോഷികം കിട്ടും. സംസ്ഥാനത്തെവിടെയും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവരെ കുറിച്ച് പൊതുജനങ്ങൾക്ക് തെളിവ് സഹിതം വിവരം നൽകാനുള്ള വാട്സാപ്പ് നമ്പർ പ്രവർത്തനങ്ങൾ സജ്ജമായി. ലഭിക്കുന്ന വിവരങ്ങൾ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി വികസിപ്പിച്ച വാർഡ്റൂം പോർട്ടലിലൂടെ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനത്തിന് ലഭ്യമാക്കിയാകും പിഴ ചുമത്തലടക്കം നടപടിയെടുക്കുക. ഓരോ തദ്ദേശ സ്ഥാപനങ്ങളുടെയും നമ്പറുകൾ മനസ്സിലാക്കി പരാതികൾ അറിയിക്കുക പ്രയാസമായതിനാലാണ് സംസ്ഥാന വ്യാപകമായി ഒറ്റ വാട്സാപ്പ് നമ്പർ ലഭ്യമാക്കുന്നത്. പൊതുസ്ഥലങ്ങളിലും ജലാശയങ്ങളിലും അടക്കം മാലിന്യം വലിച്ചെറിയൽ, മാലിന്യം കത്തിക്കൽ തുടങ്ങിയവ ഇതിലൂടെ അറിയിക്കാം. പരാതി നൽകുന്നവരുടെ വിവരം രഹസ്യമായി സൂക്ഷിക്കും. വാട്സാപ്പ് നമ്പർ 9466700800. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനു വേണ്ടി നടത്തിയ തിരച്ചിൽ ഇന്നലെ കണ്ടെത്തിയതൊന്നും അർജുനന്റെ ലോറിയുടെ ഭാഗങ്ങളല്ലെന്ന് ലോറി ഉടമ മനാഫ്. ഇന്നലെ രാവിലെ കണ്ടെത്തിയ ബമ്പർ അർജുനന്റെ ലോറിയുടേതാണെന്ന് നേരത്തെ മനാഫ് പറഞ്ഞിരുന്നു. എന്നാൽ ലോഹഭാഗങ്ങളടക്കം വേറെയും നിരവധി വസ്തുക്കൾ കണ്ടെത്തിയതോടെ ഇവയൊന്നും അർജുനന്റെ ലോറിയുടേത് അല്ലെന്ന നിഗമനത്തിൽ എത്തുകയായിരുന്നു. കർണാടകയിലെ ഷിരൂരിൽ ഗംഗാവലി പുഴയിൽ നിന്ന് ഇന്നലെ കണ്ടെത്തിയ അസ്ഥി മനുഷ്യന്റേതല്ല, പശുവിൻ്റെതെന്ന് മംഗളൂരുവിലെ FSL ലാബ് സ്ഥിരീകരിച്ചെന്ന് ജില്ലാ കലക്ടർ ലക്ഷ്മിപ്രിയ അറിയിച്ചു. അസ്ഥി മനുഷ്യന്റേതെന്ന നിലയിൽ നടക്കുന്ന പ്രചരണം തെറ്റെന്നും കലക്ടർ വ്യക്തമാക്കി. അർജുനു വേണ്ടിയുള്ള ഗംഗാവലി പുഴയിലെ തെരച്ചിൽ നിർത്തില്ലെന്ന് കാരവാർ MLA സതീഷ് സെയിൽ. ഇന്ന് റെഡ് അലർട്ട് ആയതിനാൽ സാഹചര്യം നോക്കി മാത്രമായിരിക്കും തെരച്ചിൽ തുടരുകയെന്നും MLA അറിയിച്ചു.
2025 വർഷത്തേക്കുള്ള ഓൺലൈൻ ഹജ്ജ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 30 വരെ നീട്ടി. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി സർക്കുലർ നമ്പർ 6-ലാണ് ഇക്കാര്യം അറിയിച്ചത്. ഗുണ്ടാബന്ധം ആരോപിച്ച് സസ്പെൻഡ് ചെയ്ത ഡിവൈഎസ്പിമാരായ പ്രസാദ്, ജോൺസൺ എന്നിവരെ തിരിച്ചെടുത്തു. പാറ്റൂർ ഗുണ്ട ആക്രമണത്തിന് പിന്നാലെയായിരുന്നു പോലീസിന് ഗുണ്ടാബന്ധം ഉണ്ടെന്ന ആരോപണം ഉണ്ടായെന്നും കഴിഞ്ഞ വർഷം ജനുവരിയിലായിരുന്നു ഇവരെ സസ്പെൻഡ് ചെയ്തതെന്നും വകുപ്പ് തല നടപടി പൂർത്തിയാക്കിയാണ് തിരിച്ചെടുത്തത്. ഇന്ത്യൻ നാവികസേനയുടെ അഭിമാന ദൗത്യമായ നാവിക സാഗർ പരിക്രമയുടെ 2ാം ദൗത്യത്തിന് ഒക്ടോബർ 2-ന് തുടക്കമാകും. ഗോവയിലെ INS മണ്ടോവിയിൽ നിന്ന് യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യുമെന്ന് നാവികസേന ഉപമേധാവി വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ അറിയിച്ചു. തിരുവനന്തപുരത്തേക്ക് സൈനികരുമായി പുറപ്പെട്ട പ്രത്യേക തീവണ്ടി അട്ടിമറിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. മധ്യപ്രദേശിൽ തീവണ്ടി സഞ്ചരിച്ചിരുന്ന പാതയിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ സംഭവത്തിലാണ് നടപടി. റെയിൽവേ ജീവനക്കാരനാണ് അറസ്റ്റിലായതെന്നാണ് വിവരം. ലെബനനിൽ ഇസ്രായേൽ നടത്തിയ കനത്ത വ്യോമാക്രമണത്തിൽ 492 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ഏകദേശം 5000 പേർക്ക് പരിക്കേറ്റതായി ലെബനൻ ആരോഗ്യമന്ത്രി പറഞ്ഞു. 24 മണിക്കൂറിനുള്ളിൽ തെക്കൻ കിഴക്കൻ ലെബനിലെ 1100ഓളം ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചു. ഹിസ്ബുള്ളയുടെ 3ാമത്തെ കമാൻഡറായ അലി കരാക്കയെ ലക്ഷ്യമിട്ടായിരുന്നു ബെയ്റൂട്ടിലെ ആക്രമണമെന്ന് റിപ്പോർട്ടുകൾ. ലോകത്ത് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ഐക്യം അനിവാര്യമാണെന്നും ആഗോള സമാധാനവും വികസനവും ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര സംഘടനകൾ പരിഷ്കരിക്കണമെന്നും UN പൊതുസഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. UN രക്ഷാസമിതിയിൽ ഇന്ത്യയുടെ സ്ഥിരാംഗത്വം സംബന്ധിച്ച് പരോക്ഷമായാണ് അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിലെ ആവേശകരമായ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ 2-3 ഗോളുകൾ കീഴടക്കി മോഹൻ ബഗാൻ. 2 തവണ പിന്നിൽ നിന്ന ശേഷം തിരിച്ചടിച്ച് ഒടുവിൽ കളി തീരാൻ 2 മിനിറ്റ് ശേഷിക്കെ വിജയ ഗോളും ഒപ്പം ജയവും സ്വന്തമാക്കിയായിരുന്നു മോഹൻ ബഗാൻ.